അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണു വണങ്ങി പറഞ്ഞു, കർത്താവെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. യേശു അവനെ തൊട്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. തൽക്ഷണം അവൻ സുഖപ്പെട്ടു. മഡഗാസ്കറിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ കുർബാന മധ്യേ വായിക്കപ്പെട്ട സുവിശേഷമാണിത്. ഇതിൻ്റെ തലേ ദിവസം ജൂൺ 25 സുവറാനു ഗ്രാമത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി അവിടെ മാമോദിസ നൽകുവാൻ ഞങ്ങൾ പോയി. ഞങ്ങളെന്ന് വെച്ചാൽ 33 പേർ. സുവറാനുവിൽ നടക്കുന്ന ആദ്യ മാമോദിസയ്ക്ക് മോടി കൂട്ടുവാനും അവരെ പ്രോത്സാഹിപ്പിക്കാനുമായി അടുത്തുള്ള ഞങ്ങളുടെ ഗ്രാമപ്പള്ളികളിൽ നിന്നും നടന്നും വഞ്ചിയിലും വിശ്വാസികൾ വന്നു. 21 കുട്ടികൾ ഒരുമിച്ചായിരുന്നു മാമോദിസ സ്വീകരിച്ചത്. 13 പേർക്ക് മുതിർന്നവർക്ക് നൽകുന്ന മാമോദിസയുടെ ആദ്യ ചടങ്ങുകളും നൽകപ്പെട്ടു. കുർബാനയ്ക്ക് മുൻപ് ഒരു ഭാര്യയും ഭർത്താവും എന്നോട് സംസാരിക്കുവാൻ വന്നു. അവരുടെ ആവശ്യം എന്നെ ആശ്ചര്യപ്പെടുത്തി. അങ്കിലിമാസുവ ഗ്രാമത്തിൽ നിന്നും വന്നവരുടെ കൂടെ വന്ന ക്രൈസ്തവരാണവർ. അന്ന് നടക്കുന്ന മാമോദിസയിൽ അവരെ കൂടി ഉൾപ്പെടുത്തണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. ഈ അടുത്താണ് അവർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയത്. അവരുടെ ആഗ്രഹം കണ്ടപ്പോൾ മുകളിൽ വായിച്ച ദൈവവചനം കേട്ട ഒരു അനുഭവം. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മാമോദിസ സ്വീകരിക്കുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, എന്നാൽ കൂദാശ സ്വീകരണത്തിൽ ചില ചട്ടവട്ടങ്ങളുണ്ട്. മാത്രമല്ല, നിങ്ങൾ മറ്റൊരു കൂദാശയ്ക്ക് കൂടി ഒരുങ്ങേണ്ടതുണ്ട്, വിവാഹം എന്ന കൂദാശയ്ക്ക്. അവർ പറഞ്ഞു, ഞങ്ങൾ ഒരുക്കമാണ്. അവരെ നിരാശപ്പെടുത്താതെ പറഞ്ഞു, എങ്കിൽ കുട്ടികളുടെ മാമോദിസയ്ക്കല്ല, മറിച്ച് ഇന്ന് നടക്കുന്ന മുതിർന്നവരുടെ മാമോദിസയുടെ ആദ്യഘട്ടത്തിന് നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. കൂടെയുള്ള കുഞ്ഞ് നിങ്ങളുടേതാണെങ്കിൽ, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ അവന് ഇന്ന് തന്നെ ഞാൻ മാമോദിസ നൽകാം. ചിരിച്ചുകൊണ്ടവർ പറഞ്ഞു, ഞങ്ങൾക്ക് മനസ്സുണ്ട്. പ്രതീക്ഷിക്കാത്ത മഴ പോലെ ഞങ്ങൾക്ക് ലഭിച്ച ദൈവാനുഗ്രഹമാണിത്. ഈശോ പറഞ്ഞു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഈശോ വീണ്ടും പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. യഥാർത്ഥ സത്യം അറിയുവാനും സ്വാതന്ത്ര്യം ലഭിക്കുവാനും വേണ്ടിയുള്ള ഒരു യാത്രയാണ് ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം. മായകളില്ലാത്ത സത്യം തന്നെയായ തമ്പുരാനോട് എളിമയോടെ നമുക്കും പ്രാർത്ഥിക്കാം. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ ഞങ്ങളെ സത്യം അറിയിക്കുവാനും സ്വതന്ത്രരാക്കുവാനും അങ്ങേക്ക് കഴിയും. 2026 ജൂൺ 26 66ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന മഡഗാസ്കറിലെ ജനതയ്ക്ക് ആശംസകൾ നേരുന്നതിനോടൊപ്പം സത്യം അറിയുവാനും യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിക്കുവാനും അവർക്ക് അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.